ഒക്കെയും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ചെയ്യുന്ന സകലത്തിനും, ഒന്നുകൂടെ ഞാൻ പറയാം, എങ്ങനെയാണ് സഫലമാകുന്നത്? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന സകല കാര്യത്തിനും വേറൊരാളുടെ ആവശ്യം അതിന് വരണ്ട. നമ്മുടെ മാനേജറും നമ്മുടെ സൂപ്പർവൈസറും പിന്നെ നമ്മുടെ മേലൊരു ഭരണം. കാരണം എന്താ? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഒരു മാനുഷികമായ കരമല്ല, ഒരു മാനുഷികമായ കൃപയല്ല, അതിനപ്പുറം നമ്മളെ സാധ്യമാക്കുന്ന, സഫലമാക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ആണെങ്കിലും കർത്താവെ, അടുത്ത തലത്തിലേക്ക് അങ്ങനെ എടുത്തുയർത്തുന്നതിനായി നന്ദി കർത്താവെ. അങ്ങനെ റിഫൈൻ ചെയ്യുന്നതിനായി, അങ്ങനെ പ്രോസസ് ചെയ്യുന്നതിനായി നന്ദി അറിയിക്കുന്ന കർത്താവെ. നമ്മൾക്കെല്ലാം വേണ്ടുന്നത് കൊട്ടാരമാണ്. പക്ഷെ കൊട്ടാരം വേണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിന്റെ ചില കഷ്ടാനുഭവങ്ങളോട് നാം കടന്നു പോകണം. കാരണം എന്താ? യോസഫിന് മിനിസ്ട്രി പദവി എക്സ്പീരിയൻസ് ഇല്ല. യോസഫിന് മിനിസ്ട്രി പദവി എന്തില്ല? അതിനെക്കുറിച്ച് അറിവില്ല. പാരമ്പര്യം പറയാനൊന്നുമില്ല. കുടുംബക്കാരും മിനിസ്ട്രിയിലില്ല, പാർലമെന്റിലില്ല, ലെജിസ്ലേഷനിലില്ല. ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഈ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ എന്തിലൂടെ കടന്നു പോകണം? ചിലതിന്റെയൊക്കെ അധികാരത്തിന് കീഴിലിരിക്കാൻ യോസഫ് പഠിക്കണം. ചിലതിന്റെ കഷ്ടതയിലൂടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കഷ്ടത എന്താണെന്നോ ജനം എന്താണെന്നോ അറിയാൻ കഴിയില്ല. യോസഫ് എങ്ങനെ ജനത്തിന്റെ കഷ്ടത മനസ്സിലാക്കി? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും മിദ്യാനെ കച്ചവടക്കാർ വാങ്ങിക്കൊണ്ടു പോകുമ്പോഴും വില അവൻ അറിഞ്ഞു. ഒരു വേലക്കാരൻ എന്താണെന്നോ, വിലയില്ലാത്തവൻ എന്താണ് അനുഭവിക്കുന്നതെന്നോ അവൻ അറിഞ്ഞപ്പോ അവന് മനസ്സിലായി ഇവരോടുകൂടെ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ! ഇന്ന് രാത്രി വേള എത്ര പേർക്ക് നമുക്കൊന്ന് പറയും, കർത്താവേ, അങ്ങ് എന്നെ കടത്തിവിട്ട ഓരോ സാഹചര്യങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നപ്പ. ക്ഷാമത്തിന്റെ ഭീതി അനുഭവിക്കുമ്പോൾ, ദേശം മുഴുവനും ആത്മീയ വറുതി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദേശം മുഴുവനും പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ, ദേശം മുഴുവനും ആത്മീയ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച ഏലിയാവ് മുന്നോട്ട് നടന്നെടുക്കുകയാണ്. ആര് പറഞ്ഞിട്ടാ നടന്നെടുക്കുന്നത്? ദൈവം പറഞ്ഞിട്ടാ നടന്നെടുക്കുന്നത്. എങ്ങോട്ടാ നടന്നെടുക്കുന്നത്? ദേശാധിപതിയുടെ മുമ്പിലേക്ക് നടന്നെടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നടന്നെടുക്കുന്നത്? ചിലതൊക്കെ കൽപ്പിക്കാൻ പോവുക. ഇന്ന് പകൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എന്നോട് ദൈവം പറയാണ്, നിന്നെ തണ്ടർബയിലേക്ക് വിട്ടിരിക്കുന്നു, അവിടെ ഒരു ജസ്റ്റിൻ പാസ്റ്റർ നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഞാൻ